ഹലോ ഹായ് വെൽക്കം ടു സഡാസ് വേൾഡ്. നമ്മളിന്ന് വന്നേക്കുന്നത് ഒരു ഓണം സ്പെഷ്യൽ ഡിഷായിട്ടാണ് പുളിയിഞ്ചി. നമ്മളിവിടെ ഇതിന് ഇഞ്ചിപ്പുളി എന്നാണ് പറയുക, അതുപോലെ തന്നെ ഇഞ്ചിപ്പുളി എന്നും ഇതിനെ പറയും. അപ്പോൾ ഇത് ഓണത്തിന് അല്ലെങ്കിൽ സദ്യക്കൊക്കെ ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് ഇന്ന് കാണാം. നമ്മുടെ ഇവിടെ വീട്ടിലിത് ഉണ്ടാക്കുന്നത് കുറച്ച് കട്ടിയായിട്ടാണ്, ഒട്ടും ലൂസല്ല, നല്ല കട്ടിയായിട്ടാണ് ഇതിരിക്കുക. പിന്നെ പറയുവാണെങ്കിൽ ഇതിൻ്റെ കളർ ഇപ്പോൾ ഒരു ബ്ലാക്കിഷ് കളറാണ്. അപ്പോൾ പല സ്ഥലത്തും ഇങ്ങനെ തന്നെ വരണമെന്നില്ല. അപ്പോൾ പുളിയുടെ നിറത്തിനനുസരിച്ചിട്ടാണ് നമ്മുടെ പുളിയിഞ്ചിയുടെയും നിറം ഇരിക്കുക. അപ്പോൾ നല്ല കറുത്ത പുളിയാണെങ്കിൽ നല്ല കറുത്ത പുളിയിഞ്ചി കിട്ടും. കുറച്ച് ബ്രൗൺ കളറൊക്കെ ഉള്ള പുളിയാണെങ്കിൽ അതിനനുസരിച്ച് കളർ വ്യത്യാസം ഉണ്ടാക്കാൻ നോക്കാം. നമുക്കിതിനായിട്ട് ആദ്യം തന്നെ പുളി വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ഞാനൊരു 200 ഗ്രാം പുളിയാണ് എടുത്തേക്കുന്നത്. അതൊരു 2-3 മണിക്കൂർ മുൻപ് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായി വെള്ളത്തിലിട്ട് കുതിർത്ത പുളി നമ്മൾ ഇതുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക്, കുറച്ച് അടി കട്ടിയുള്ള പാത്രം വേണം എടുക്കാൻ, പാത്രത്തിലേക്ക് നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ പുളിയെല്ലാം ഇതിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് പിഴിഞ്ഞ് അരിച്ചൊഴിക്കണം കേട്ടോ. നല്ലപോലെ അരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതിലേക്ക് ചേർക്കാനുള്ള സാധനങ്ങളാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഒരു ഇഞ്ചി ഒരു വലിയ കഷ്ണം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി 2 ഫുള്ളായിട്ട് എടുത്തു. പച്ചമുളക് ഞാൻ വെളുത്ത കാന്താരി മുളക് എടുത്തേക്കുന്നത്, ഒരു 20 ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോപ്പറിലിട്ട് എടുക്കാം. ഞാനിവിടെ അരിഞ്ഞെടുക്കുക ചെയ്യുന്നത്. വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം, എന്നാലേ ഈ പുളിയെല്ലാം ഇതിലേക്ക് നല്ലപോലെ പെട്ടെന്ന് പിടിക്കുകയുള്ളൂ. അപ്പോൾ വളരെ ചെറുതായിട്ട് നമുക്കിത് നല്ലപോലെ ചോപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ സ്റ്റൗവിൽ വെക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്കൊരു ടീസ്പൂൺ കടുക്, അതുപോലെ 1 ടീസ്പൂൺ ഉലുവയും കൂടെ ഇതിലേക്കിട്ട് അത് പൊട്ടിയതിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പിലയും വറ്റൽ മുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതൊന്നായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം അതിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ വരുന്ന വരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇതെല്ലാം വഴറ്റി ഏകദേശം ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് നമ്മുടെ പുളി വെള്ളം സ്റ്റൗവിൽ വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഉപ്പ്, അത്രയും സാധനങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 4 അച്ച് ശർക്കരയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മധുരമാണോ വേണ്ടത് അതിനനുസരിച്ച് ശർക്കര ചേർക്കാം. ഇതിപ്പോൾ നല്ല മധുരമുള്ള ശർക്കരയാണ്, അതുകൊണ്ട് നമ്മൾ 4 എണ്ണമാണ് ചേർക്കണേ. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്കിത് നല്ലപോലെ ഇളക്കിയെടുക്കണം. ഇത് ഏകദേശം ഒരു 1/3 ആകുന്ന വരെ നമ്മുടെ വെച്ചേക്കുന്ന വെള്ളം ഒരു പകുതിയേക്കാളും കുറയുന്ന വരെ നമ്മൾ ഇത് വറ്റിച്ചെടുക്കണം. നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ കട്ടിയായിട്ടുള്ള ഇഞ്ചും പുളിയാണ്. അപ്പോൾ നല്ലപോലെ വെള്ളം വറ്റിച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ. അത് അത്രയും ആവുന്നത് വരെ നമ്മൾ ഇത് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ പരുവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇളക്കാതിരുന്നത് ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കും. ഇതിലെ വെള്ളം മുഴുവൻ പൊട്ടിപ്പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സൂക്ഷിച്ചൊക്കെ ഇളക്കണം, കാരണം ഇത് കയ്യിലേക്കൊക്കെ പൊട്ടിത്തെറിച്ച് വീഴും. നല്ല ചൂടാണ്. അപ്പോൾ ഈ വെള്ളം പൊട്ടി തീരുന്നത് വരെയാണ് നമ്മൾ ഇളക്കേണ്ടത്. വെള്ളം പൊട്ടി തീർന്നു കഴിയുമ്പോൾ നമ്മുടെ ഇഞ്ചും പുളി ഇവിടെ റെഡിയാവും. അപ്പോൾ ഏകദേശം വെള്ളമെല്ലാം പൊട്ടി തീർന്നിട്ടുണ്ട്. ഇപ്പോൾ പൊട്ടിത്തെറിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇഞ്ചും പുളിയുടെ പാകം. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്കിത് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഇഞ്ചും പുളി ഇവിടെ റെഡിയാണ്.
അപ്പോൾ ഓണമായിട്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എനിക്ക് കമൻസ് ആയിട്ട് തരണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.